ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് റീഡിംഗ് ആണ്. എന്തെങ്കിലും ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഒറാക്കിൾ കാർഡ് എടുക്കുന്നില്ല, പകരം ടാരോട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ടാരറ്റിൽ നമുക്ക് ആദ്യം കിട്ടിയത് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു എനർജിയാണ്. അപ്പോൾ 6 ഓഫ് കപ്സ് പറയുന്നതെന്ന് വെച്ചാൽ ചില ഭൂതകാല സ്മരണകൾ അത് നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് എന്നാണ്. ഈ ബന്ധത്തിലെ ആളുകൾ തമ്മിൽ, ഈ റിലേഷൻഷിപ്പിലെ ആളുകൾ തമ്മിൽ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആ ഓർമ്മകളും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ചിലപ്പോൾ ഇതൊരു ചൈൽഡ്ഹുഡ് റിലേഷൻഷിപ്പ്, ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് പരസ്പരം അറിയാവുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫിലെ ആളുകൾ തമ്മിൽ റീകണക്ട് ചെയ്തതും ആകാം. ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. ഇവിടെ ചില വൈകാരിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ ചില ഇൻഡ്യൂഷൻസ് ഒക്കെ ഈ ബന്ധത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കോർപിയോ, പൈസിസ് ആൻഡ് ക്യാൻസർ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻസ്. അതിനുശേഷം വന്നിരിക്കുന്നത് 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ കാര്യത്തിനെ പ്രതിരോധിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഒരു വെല്ലുവിളി നേരിടേണ്ടി വരും, ആ ചിന്തകളിലുമാണ്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ദ സൺ എനർജിയാണ്. സന്തോഷവും വിജയവും ഒക്കെ ഏറ്റവും അടുത്ത് തന്നെയുണ്ട്. ഒരു പ്രയാസകരമായ ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ട എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനുള്ള ആ ഒരു ശക്തി, സാമർഥ്യം അതും നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാർഡാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ യൂണിവേഴ്സിൽ നിന്നും നിങ്ങളുടെ ഒറ്റ ചിന്ത കൊണ്ട് സൃഷ്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് പറ്റുന്നൊരു സമയമാണ്, അത് വിനിയോഗിക്കുക. പിന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ നിങ്ങളൊരു വൈകാരികമായി ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. തീരുമാനം നിങ്ങളെടുത്തേ പറ്റുള്ളൂ, അങ്ങനെ ഒരു സാഹചര്യമാണ് ഇതെന്ന് പറയുന്നത്. കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഓഫർ, റിലേഷൻഷിപ്പ് ഓഫർ, അല്ലെങ്കിൽ ലവ് ഓഫർ, അല്ലെങ്കിൽ ഒരു വൈകാരികമായ ഒരു ഓഫർ, ഒരു മെസ്സേജ്, ഒരു കോള് നിങ്ങൾക്ക് വരും എന്നാണ് എനിക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വൈകാരികമായ ഒരു യാത്ര നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, പിന്നെ ഇത് ഇത്രയും കാർഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ റെസ്പെക്റ്റ്ഫുള്ളായ ഒരു ബന്ധമാണ്. ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകളുണ്ട്, ചില അവബോധങ്ങൾ, ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരവസ്ഥ. ഓക്കെ, അപ്പം നിങ്ങൾ ആരൊക്കെയോ പ്രതിരോധിക്കുന്നത് പോലെയും തോന്നുന്നുണ്ട്, വെല്ലുവിളികൾ വരുന്നുണ്ട്, അതിനെ നേരിടാൻ നിങ്ങൾ തയ്യാറാവുന്നത് പോലെയും തോന്നുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഷോർട്ട് റീഡിംഗ് ആയിരുന്നു. ജസ്റ്റ് റീഡിംഗ് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.